നമസ്കാരം. സിനിമയിലെത്തിയ കാലം മുതൽ അഹാന കൃഷ്ണയുടെ ഉറ്റ ചങ്ങാതിയാണ് ലക്കി ഭാസ്കർ അടക്കമുള്ള സിനിമകളുടെ ഛായാഗ്രഹകനായ നിമിഷ് രവി. നടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് വിശേഷിക്കപ്പെടുന്ന ലൂക്കയിലേക്ക് അഹാന നായികയായി എത്തിയതിന് പിന്നിലും നിമിഷാണ്. ചുവടുറപ്പിച്ച ശേഷം നടി തന്നെ മ്യൂസിക് വീഡിയോ കാറ്റഗറിയിൽ വീഡിയോ സംവിധാനം ചെയ്തപ്പോൾ എല്ലാത്തിനും സഹായമായി ഒപ്പം നിന്നതും ഛായാഗ്രഹണം ചെയ്തതും നിമിഷായിരുന്നു. ഇരുവരും ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട്. നിമിഷിനും അഹാനയ്ക്കുമിടയിൽ സൗഹൃദത്തിനും അപ്പുറം ഒരു ബോണ്ട് ഉണ്ടെന്നാണ് പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത്. രണ്ടുപേരും പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഇത് വ്യക്തമായത്. ഇരുവരും പ്രണയത്തിലാണെന്നത് അഹാനയുടെ ആരാധകർക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും നടി ഇതുവരെയും പരസ്യമായി അത് സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അനിയത്തി ദിയയുടെ ബേബി ഷവറിൽ പങ്കെടുത്ത ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യവേ അഹാന പറഞ്ഞൊരു ഡയലോഗാണ് വൈറലാകുന്നത്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ തന്റെ ബേബി ഷവറും ഇവിടെ നടക്കുമെന്നാണ് അഹാന പറഞ്ഞത്. നടിയുടെ കൗണ്ടർ കേട്ട് നിമിഷ് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. കൃഷ്ണകുമാറിന്റെ 4 മക്കളിൽ മൂത്തവളാണ് 29-കാരിയായ അഹാന. കോളേജ് പഠനം കഴിഞ്ഞ ഉടൻ അഹാന സിനിമയിൽ അരങ്ങേറി. ഞാൻ സ്റ്റീവ് ലോബ്സ് ആയിരുന്നു ആദ്യ സിനിമ. ഫർഹാൻ ഹൗസിൽ നായകനായ സിനിമ വേണ്ടത്ര വിജയം കണ്ടില്ല. അതുകൊണ്ട് തന്നെ അഹാനയും ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീടാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന നിവിൻ പോളി സിനിമയിൽ നടന്റെ സഹോദരിയുടെ വേഷം ചെയ്യാൻ അഹാനയ്ക്ക് അവസരം ലഭിക്കുന്നത്. സിനിമ വിജയമായതുകൊണ്ട് അഹാനയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. ശേഷം നായികയായും അല്ലാത്ത റോളുകളിലും 6ഓളം സിനിമകൾ നടി ചെയ്തു. പാച്ചുവും അത്ഭുത വിളക്കുമാണ് അവസാനം റിലീസ് ചെയ്ത അഹാനയുടെ സിനിമ. നല്ല തിരക്കഥയും കഥാപാത്രവും ലഭിച്ചാൽ മാത്രം അഭിനയിക്കുക എന്നതാണ് അഹാനയുടെ പോളിസി. കരിയറിൽ ശ്രദ്ധ കൊടുക്കണം എന്നതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്നതിലേക്ക് നടിയുടെ ചിന്ത പോകാത്തത്. അഹാനയ്ക്ക് കരിയറാണ് ഇപ്പോൾ വലുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യ വിവാഹിതയാകാമെന്ന് കരുതിയതെന്നാണ് സഹോദരി ദിയ ഒരിക്കൽ പറഞ്ഞത്. സിനിമാ സംബന്ധമായ സംശയങ്ങൾക്കടക്കം നിമിഷാണ് അഹാനയുടെ ആദ്യ ഓപ്ഷൻ. ഇരുവരുടെയും പ്രണയം അഹാനയുടെ കുടുംബത്തിൽ ഉള്ളവർക്കും അറിയാമെന്നും വ്ലോഗുകളിൽ നിന്ന് വ്യക്തമാണ്. കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകൾക്കും അതിഥിയായി നിമിഷ് ഉണ്ടാകും. ദിയയ്ക്ക് വേണ്ടി അഹാനയും അനിയത്തിമാരും ചേർന്ന് ബേബി ഷവർ ഒരുക്കിയപ്പോഴും അതിഥിയായി നിമിഷ് എത്തുകയും എല്ലാവർക്കൊപ്പം ഏറെ നേരം സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തുന്ന നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. അതേസമയം ഇതിനൊക്കെ ഇടയിൽ ഇരുവരുടെ വിവാഹം ഉറപ്പിച്ചു എന്ന തരത്തിലും ചില വിവരങ്ങളുണ്ട്. എന്തായാലും ആരാധകർ ആ നല്ല മുഹൂർത്തത്തിനായി കാത്തിരിപ്പിലാണ്.